അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ LDCയുടെ ആദ്യത്തെ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പൊതുവിജ്ഞാനമാണ് ആ ഒരു സിലബസിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഈ പൊതുവിജ്ഞാനത്തിൽ വീണ്ടും 11 സബ് ടോപ്പിക്കുകളായിട്ട് സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ചരിത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചരിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലെയിൻ ആയിട്ട് നമുക്ക് അതിനെ അങ്ങ് ഒരൊറ്റ ടോപ്പിക്കായിട്ട് അങ്ങ് ചെറുതാക്കാൻ പറ്റത്തില്ല. ചരിത്രം എന്ന് പറയുന്നത് വളരെ വിഷാദമായ ഒരു ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന ചെറിയ ചെറിയ കുറേ സബ് ടോപ്പിക്കുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ചരിത്രം എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് LDCയിൽ ചോദിക്കാറ്. 5 മാർക്ക് ആണെങ്കിൽ പോലും ഇതിന്റെ ടോപ്പിക്കിനകത്ത് വരുന്ന സബ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒരുപാട് അധികമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ചരിത്രമാണ് നോക്കുന്നത്. കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അത് തുടങ്ങുന്നത് യൂറോപ്യന്മാരുടെ വരവ്, പിന്നീട് വരുമ്പോൾ യൂറോപ്യന്മാരുടെ സംഭാവന പറയുന്നുണ്ട്, പിന്നെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങള്, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങള്, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇത്രയും കാര്യങ്ങളാണ് കേരള ചരിത്രത്തിൽ നമുക്ക് LDCയിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. പിന്നീട് ഇന്ത്യയുടെ ചരിത്രമാണ് വരുന്നത്. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയ ചരിത്രമുണ്ട്. അതിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ ചരിത്രം എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് ലോക ചരിത്രമുണ്ട്. ലോക ചരിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇത്രയും കാര്യങ്ങളാണ് ചരിത്രം എന്ന് പറയുന്ന ആ ഒരു 5 മാർക്കിന് മാത്രം ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ആ ഒരു ചരിത്ര ഭാഗത്ത് കേരളത്തിന്റെ ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവും ലോകത്തിന്റെ ചരിത്രവും നല്ല വിശദമായി തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വേറുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.